ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വിഷ്ണവാം ച ശ്രീരൂപം സഗ്രജാതം സഹഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാം സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഭഗവത്ഗീതയുടെ 2ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പം ഒരു പുതുവത്സരമാണ്. ഈ പുതുവത്സരത്തിൽ ഗുരു കൃപാ കടാക്ഷത്തോടുകൂടി നമ്മൾ 2ാമത്തെ അധ്യായത്തിലെ വരുന്ന ശ്ലോകങ്ങൾ വായിക്കും. അപ്പൊ ഈ 2021 ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് എല്ലാ വൈഷ്ണവരുടെയും ഗുരുജനങ്ങളുടെയും വ്യാസമഹർഷിയുടെയും സരസ്വതീ ദേവിയുടെയും സാക്ഷാൽ മഹാഗണപതിയുടെയും ആശീർവാദം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിശിഷ്ടാതിഥിയെ, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ കിട്ടിയില്ല. നമുക്ക് വരുന്ന ആളുകളിൽ നോക്കാം. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ 2ാമത്തെ അധ്യായത്തിലേക്ക് അല്ലെ, 2ാമത്തെ അധ്യായം തന്നെ അല്ലേ ഭഗവത്ഗീതയുടെ കാതലായ ഭാഗമാണ് 2ാമത്തെ അധ്യായം. 2ാമത്തെ അധ്യായത്തില് നമ്മൾ എഴുതി വെച്ചോണം 1ാമത്തെ ശ്ലോകം മുതൽ 10ാമത്തെ ശ്ലോകം വരെ. അതായത് ഈ ചാപ്റ്ററിന്റെ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് റിയലൈസേഷൻ ആണ്, അനലിറ്റിക്കൽ സ്റ്റഡിയാണ്. ആരോടും പ്രതീക്ഷകൾ അർപ്പിക്കാതെ, ആരിൽ നിന്നും പ്രത്യുപകാരങ്ങൾ പ്രതീക്ഷിക്കാതെ, നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞു, പ്രത്യുപകാരങ്ങൾ പ്രതീക്ഷിക്കാതെ, ഒന്നിനോടും ആസക്തി ഇല്ലാതെ നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി, നമ്മുടെ കർത്തവ്യം എങ്ങനെ നിർവഹിക്കാമെന്നാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ദൈനംദിന പ്രവർത്തികളോ ആക്ടിവിറ്റീസോ ഒന്നും നമ്മൾ മാറ്റേണ്ടതില്ല. മാറേണ്ടത് നമ്മുടെ കോൺഷ്യസ് മാത്രമാണ്. ഈ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ സമർപ്പിതമായിട്ട് നമ്മൾ പോകുമ്പോഴത്തേന് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകും. മറ്റുള്ളവരിൽ നമ്മൾ അധികം പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നൈരാശ്യം ഉണ്ടാകുന്നത്. നമുക്കെല്ലാം ഉണ്ടാകും, സമ്പൽ സമൃദ്ധമായിരിക്കും, പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ നൈരാശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അതേപടിയോ അല്ലെങ്കിൽ അതിലുപരിയോ, അതിലൊട്ടും കുറയുന്നില്ല, അതിലുപരിയോ ഉള്ള ചില പ്രത്യുപകാരങ്ങൾ, അറ്റ്ലീസ്റ്റ് നന്ദി പ്രകടനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കും. അപ്പം ഇതിനെക്കുറിച്ചൊക്കെയാണ് 2ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പം ഇങ്ങനെ വരുന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെയൊക്കെ എങ്ങനെ ശീലിക്കണം, ഇതൊക്കെ എങ്ങനെ പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പം ഇതാണ്, അതായത് ഒരു സ്ഥിരബുദ്ധിയുള്ളവൻ, ഒരു സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്നാണ് 2ാമത്തെ അധ്യായം ക്ലിയർ ആയിട്ട് നമുക്ക് തരുന്നത്. പറയത്തില്ലേ, മനസ്സിന് സ്ഥിരതയില്ല അല്ലെങ്കിൽ തലയ്ക്ക് സ്ഥിരതയില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഒരു സ്ഥിരബുദ്ധിയുള്ളത് എങ്ങനെയാണ് എന്നാണ് 2ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതുപോലെ അപ്പം അങ്ങനെ വരുമ്പം
1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞത് സറണ്ടറിങ് മൂഡാണ്. നമ്മൾ ഒരു ഗുരുവിനെ തെരഞ്ഞെടുക്കുന്നു, ആ ഗുരുവിനെ നമ്മൾ സറണ്ടർ ചെയ്യുന്നു, അതുപോലെ ഭഗവാനിൽ ശരണാഗതി, ഭഗവാനിൽ ശരണാഗതി പ്രാപിക്കുന്നു. അപ്പം ഗുരുവിനുപരി ഭഗവാനെ ശരണം പ്രാപിക്കുന്നു എന്നുള്ളതാണ് തത്വത്തിൽ. അപ്പൊ ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളത് നമ്മളൊരു ഗുരുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പം ഗുരുവിലൂടെയാണ് നമ്മൾ ഭഗവാനിൽ എത്തുന്നത്. ഇവിടെയാണ് 1 മുതൽ 10 വരെയുള്ളത്. അപ്പം എങ്ങനെയാണ് അർജുനൻ സറണ്ടർ ചെയ്തത്? ആദ്യം സംശയങ്ങൾ ചോദിക്കുന്നു. ആ സംശയങ്ങൾ ചോദിച്ചത് ഭഗവാൻ ആ സംശയങ്ങൾ അർജുനന് നീക്കിക്കൊടുക്കുന്നു. ആ സംശയങ്ങൾ മാറ്റിക്കൊടുത്തപ്പോൾ അർജുനൻ ഭഗവാന്റെ മുന്നിൽ സറണ്ടർ ചെയ്യുന്നു. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, നല്ല ഒരു ഗുരുവിനെ തെരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ സംശയങ്ങൾ മാറത്തുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഗുരുക്കന്മാരാണ്, എല്ലാവരും അവരുടേതായ ഫിലോസഫിക്കൽ തോട്ട്സ് ആണ് പറയുന്നത്. അവരുടെ സ്വന്തം ഫിലോസഫിക്കൽ തോട്ട്സ് വരുമ്പം അവരുടെ ബ്രെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതാണ്. ആത്മീയതയിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ വഴിവിട്ടു പോകും. കൃത്യമായിട്ട് ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് തന്നെ എടുത്ത് പറയുന്ന ഒരാളിനെ നമ്മൾ ഗുരുവായിട്ട് സ്വീകരിക്കാൻ പറ്റുകയില്ല. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, എൻ്റെ ബ്രെയിൻ അനുസരിച്ചിട്ട് ഞാൻ ഇവിടെ വന്നൊരു കാര്യം പറയുമ്പം മറ്റൊരാള് അദ്ദേഹത്തിന്റെ ബ്രെയിൻ അനുസരിച്ചിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ ഈ 2 ബ്രെയിനും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെയാണ് സ്പിരിച്വാലിറ്റിയില് വ്യത്യാസം വരുന്നത്. ആ സ്പിരിച്വാലിറ്റിയുടെ പ്രോഗ്രസീവില് നമുക്ക് കോട്ടം തെറ്റുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഗുരുവിനെ തെരഞ്ഞെടുക്കുമ്പം ഈ ഗുരു ആരാണ്? അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നിലുള്ളത്, പ്രത്യക്ഷമായിട്ട് നമുക്കുള്ളത് രാമായണം, ഭാഗവതം, മഹാഭാരതം അഥവാ ഭഗവത്ഗീത. ഈ 3 വെളിപ്പെട്ട ശാസ്ത്രങ്ങളെ ആധികാരികമായിട്ട് കൃത്യമായിട്ട് പറയാൻ ആർക്ക് പറ്റും? അവരെ വേണം ഗുരുവായിട്ട് തിരഞ്ഞെടുക്കാൻ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പം അവിടെയാണ് പ്രഭുപാദരുടെ മഹത്വം ഇരിക്കുന്നത്. പ്രഭുപാദര് ആ ഗുരുത്വം സ്വീകരിച്ചത് ഒരു സമ്പ്രദായം അനുസരിച്ചിട്ട് ഗുരുവിനെ സ്വീകരിച്ചു. നമ്മള് 4 സമ്പ്രദായമാണ് നിലവിലുള്ളത്, എഴുതി വെക്കാം. ഇതെല്ലാം 4 വൈഷ്ണവ സമ്പ്രദായങ്ങളാണ്. ഒന്ന് കുമാര സമ്പ്രദായം. 2 ശ്രീ സമ്പ്രദായം. 3 മധ്വ ഗൗഡീയ സമ്പ്രദായം. എന്താ മധ്വ ഗൗഡീയ സമ്പ്രദായം. മധ്വ ഗൗഡീയ സമ്പ്രദായം. 4 രുദ്ര സമ്പ്രദായം. എന്റെ ക്രമം ഒരുപക്ഷെ തെറ്റിപ്പോയിട്ടുണ്ടാവും. ആദ്യത്തെ കുമാര സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, ശ്രീ സമ്പ്രദായം, മധ്വ ഗൗഡീയ സമ്പ്രദായം. അല്ലേ സ്മിതമാതാജി? ഇതല്ലേ ഓർഡർ? അതെ, ബ്രഹ്മ മധ്വ ഗൗഡീയ സമ്പ്രദായം. അതാണ് 1 ബ്രഹ്മ മധ്വ ഗൗഡീയ സമ്പ്രദായം. അതായത് 1 രുദ്ര സമ്പ്രദായം, 1 കുമാര സമ്പ്രദായം, 3 ശ്രീ സമ്പ്രദായം, 4 ബ്രഹ്മ മധ്വ ഗൗഡീയ സമ്പ്രദായം. അല്ലേ? ബ്രഹ്മ മധ്വ ഗൗഡീയ സമ്പ്രദായം. ഇതെല്ലാം വൈഷ്ണവ സമ്പ്രദായങ്ങളാണ്. പക്ഷെ ഓരോരുത്തരെ ആചരിച്ചു വന്നിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിലാണ് വ്യത്യാസമുള്ളത്.
കുമാര സമ്പ്രദായമാണെങ്കിൽ ഈ സ്ട്രക്ചർ ഇത്തിരി ടൈറ്റ് ആണ്, ഭയങ്കര കട്ടിയാണ്. സനത്ത്, സനന്ദ, സനക, സനാതന കുമാരന്മാർ, ഈ 4 കുമാരന്മാരാണ് ഈ സമ്പ്രദായം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഒത്തിരി കട്ടിയാണ്, ഭയങ്കര ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ കുറച്ചേ ഉള്ളൂ ആ സമ്പ്രദായം. പിന്നെ രണ്ടാമത്തതാണ് രുദ്ര സമ്പ്രദായം. അതായത് മഹാദേവര് വൈഷ്ണവ സമ്പ്രദായം എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് രുദ്ര സമ്പ്രദായം. ആ രുദ്ര സമ്പ്രദായത്തിലുള്ളതാണ് നമ്മൾ ഇന്നിവിടെ കാണുന്ന ശ്രീനാഥജി ടെമ്പിൾ, കൃഷ്ണമ്പരം. അത് രുദ്ര സമ്പ്രദായത്തിലുള്ളതാണ്. മഹാദേവര് ഒരു വൈഷ്ണവിസം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതാണ്. പിന്നെ ശ്രീ സമ്പ്രദായം. ശ്രീ സമ്പ്രദായം ശ്രീ രാമാനുജാചാര്യർ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ശ്രീ സമ്പ്രദായം. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും ഈ ശ്രീ സമ്പ്രദായമാണ്, രാമാനുജാചാര്യർ. പിന്നെ വരുന്നതാണ് മധ്വ ഗൗഡീയ സമ്പ്രദായം, മധ്വാചാര്യർ. മധ്വാചാര്യരെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മധ്വാചാര്യരുടെയാണ് ഈ മധ്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം. അപ്പൊ അതാണ് പ്രഭുപാദര് അഡോപ്റ്റ് ചെയ്തത്. പ്രഭുപാദരുടെ ഗുരു ശ്രീ ഭക്തിസിദ്ധാന്ത സ്വാമി മഹാരാജ് അഡോപ്റ്റ് ചെയ്തത് ഈ മധ്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായമാണ്. അത് ഈ മറ്റ് 3 സമ്പ്രദായങ്ങളെക്കാളും കുറച്ചും കൂടെ ലിബറലാണ്. കാര്യം അത് ഒന്നുകൂടി നമുക്ക് കലിയുഗത്തിൽ, ഇപ്പോഴത്തെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ കുറച്ച് സിമ്പിളാണ്. ഭാഗവത സിസ്റ്റമാണ് അത് കൂടുതലും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഭാഗവതത്തിൽ എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ സമ്പ്രദായം ചെയ്യും. അങ്ങനെ നീങ്ങുന്ന സമ്പ്രദായം. പക്ഷെ 4ഉം വൈഷ്ണവ സമ്പ്രദായമാണ്. ജസ്റ്റ് ഞാനൊന്ന് കോമൺ നോട്ട്സ് പറഞ്ഞതേ ഉള്ളൂ. 2021 വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ് അതിൻ്റെ ആധികാരികത എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മള് 2ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു, നീ ഒരിക്കലും നിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നതിനെ പ്രയാസപ്പെടരുത് എന്ന് പറയുന്നുണ്ട്. ദുഃഖിക്കരുത്. ഈ ദുഃഖമാണ് ഞാൻ പറഞ്ഞ യുദ്ധത്തിന് ശേഷം യുധിഷ്ഠിര മഹാരാജാവിനുണ്ടായിരുന്നത്. പക്ഷെ അവിടെ അത് ഭീഷ്മദേവര് ആ ദുഃഖം മാറ്റുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഗുരുജനങ്ങള് ആരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലല്ലേ? പറഞ്ഞിരുന്നോ? ഇല്ല. സ്മിത മാതാജി പറഞ്ഞായിരുന്നോ? പറഞ്ഞിരുന്നില്ല. ആ ശ്ലോകം ഒന്ന് എടുക്കാമോ? ഗുരുന സസ്യാത്. അത് എത്രാമത്തെ അധ്യായമാണ്? ആ ശ്ലോകം നമ്മൾ പറഞ്ഞു അല്ലേ? യെസ്. അതാണ്. അപ്പം ഒരു ഗുരു ആരായിരിക്കണം, ഒരു പിതാവ് ആരായിരിക്കണം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട പോയിന്റുകളാണ് ഇതെല്ലാം. നമ്മൾ രാമായണം വായിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ എങ്ങനെയാണ് നയിച്ചത് ജനങ്ങളെ, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രൻ ഏത് മാതൃകയിലൂടെയാണ് പോയത്, ഇല്ലെങ്കിൽ നമ്മൾ ആ വായിച്ചതിനൊരു ഗുണമില്ല. അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞു. നമ്മൾ 7ാമത്തെ ശ്ലോകത്തിലോട്ട് വരികയാണ്. 6 ശ്ലോകം വരെ നമ്മൾ വായിച്ചു അല്ലേ? അല്ലല്ലോ, 7 എടുത്തില്ലേ? 7 എടുത്തില്ല. 6 വരെ വായിച്ചു. അവിടെ അർജുനന്റെ സറണ്ടറിങ്ങിലാണ് നമ്മൾ കുറച്ച് വായിക്കാനുണ്ട്. ഓക്കെ, 7 വായിച്ചായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നില്ല പ്രഭു ക്ലാസ്സില്. ഓക്കെ, 7 വായിച്ചിട്ടില്ല. 7 വായിച്ചിട്ടില്ല. ഇല്ല, 7 വായിച്ചില്ല. എനിക്ക് 6th ഒരു ക്ലാസ് 6 അത് തന്നെ. പിന്നെ ഒരു ക്ലാസ് ഞാൻ ഉണ്ടായിരുന്നു. ഇല്ല, അത് കഴിഞ്ഞ ആഴ്ച പിന്നെ നമ്മൾ ഗീതാ ജയന്തി ആയിരുന്നു. അല്ല, അതിന് മുന്നത്തെ ക്ലാസ് ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ 6th നിർത്തിയതാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, എന്തായാലും ഞാൻ കേട്ടിട്ടില്ല. 6th നിർത്തിയത്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം 7th. ഓക്കെ, അപ്പം 7th 7ാമത്തെ ശ്ലോകത്തിലോട്ട് നമ്മൾ പോവുകയാണ്. കാപ്പണ്യദോഷോ അപഗത സ്വഭാവക പൃച്ഛാമി ത്വം ധർമ്മ സമ്മൂഢചേതാഹ യശ്രേയ സ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേ അഹം ശാധിമാം ത്വാം പ്രപന്ന. കാർപ്പണ്യദോഷോ, റിപ്പീറ്റ് ചെയ്യും. കാർപ്പണ്യദോഷോ അപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മ
धर्म सम्मूढचेताः सम्मूढचेताः यच्छ्रेय यच्छ्रेय स्यानिच्छिदम् यानिश्चितम् ब्रूहि तन्मे ब्रूहि तन्मे शिष्यस्ते शिष्यस्ते अहम् शाधिमाम् त्वां प्रपन्नम् त्वां प्रपन्नम् कार्पण्यदोषो अपहत स्वभावः कार्पण्यदोषो अपहतस्वभावः पृच्छामि त्वां धर्मसम्मूढचेताः पृच्छामि त्वां धर्मसम्मूढचेताः यच्छ्रेय स्यान्निश्चिदं ब्रूहि तन्मे स्यानिश्चितं ब्रूहि तन्मे शिष्यस्ते अहं शाधिमां त्वां प्रपन्नम् शिष्यस्तेऽहं शाधिमां त्वां प्रपन्नम्. സ്മിതമാതാജി എന്റെ വേർഡ് ബൈ വേർഡ് മീനിങ് ഒന്ന് വായിച്ചേ, എന്നിട്ട് അതിന്റെ വിവർത്തനം കൂടെ ഒന്ന് വായിക്കാമോ? കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവ, കാർപ്പണ്യദോഷം കൊണ്ട് ബാധിക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയ. ധർമ്മസമ്മൂഢ ചേതാഹ, ധർമ്മമേതെന്ന് സംശയിക്കുന്ന ചേതസ്സോടു കൂടിയ. അഹം ഞാൻ, ത്വാം അങ്ങയോട്, പൃച്ഛാമി ചോദിക്കുന്നു, യത് യാതൊന്ന്, മേ എനിക്ക്, ശ്രേയഃ ശ്രേയസായി, സ്യാത് ഭവിക്കുമോ, തത് അതിനെ, നിശ്ചിതം നിശ്ചിതമായിട്ട് നിശ്ചയിച്ചിട്ട്, ബ്രൂഹി പറഞ്ഞു തന്നാലും, അഹം ഞാൻ, തേ അവിടുത്തെ, ശിഷ്യനാകുന്നു, ത്വാം അങ്ങയെ, പ്രപന്നം ശരണം പ്രാപിച്ചിരിക്കുന്നു, മാം എന്നെ, ശാസിച്ചാലും പഠിപ്പിച്ചാലും. ട്രാൻസ്ലേഷൻ ബൈ ശ്രീല പ്രഭുപാദ്. ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യ നിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്, ദയവായി ഉപദേശം തന്നാലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാർപ്പണ്യദോഷോ അപഹത സ്വഭാവഃ, कार्पण्यदोषो अपहत स्वभावः പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ पृच्छामि त्वां धर्मसम्मूढचेताः യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ यच्छ्रेयस्यानिश्चितं ब्रूहि तन्मे ശിഷ്യസ്തേ അഹം ശാധിമാം ത്വാം പ്രപന്നം. शिष्यस्तेऽहं शाधिमां प्रपन्नम्. സുധീർ പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വായിച്ചോളൂ ശ്ലോകം. कार्पण्यदोषोपहत स्वभावः, पृच्छामि त्वां धर्मसम्मूढचेताः यश्रेयस्यानिश्चितं ब्रूहि तन्मे शिष्यस्तेऽहं शाधिमां त्वां प्रपन्नम्. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു സുധീർ പ്രഭു ഇല്ല പ്രഭു. ഓക്കെ സുമാജി, ഹരേ കൃഷ്ണ. हरे कृष्ण. कार्पण्यदोषोपहत स्वभावः, पृच्छामि त्वां धर्मसम्मूढचेताः यच्छ्रेयसानिश्चितं ब्रूहि तन्मे शिष्यस्तेऽहं शाधिमां त्वां प्रपन्नम्. हरे कृष्ण. ഹരേ കൃഷ്ണ. വിദ്യാജി. ഹരേ കൃഷ്ണ. कार्पण्यदोषोपहत स्वभावः, पृच्छामि त्वां धर्मसम्मूढचेताः यच्छ्रेयः स्यान्निश्चितं ब्रूहि प्रपन्नम्. ഹരേ കൃഷ്ണ. സുധീഷ് ജി.
കാപണ്യദോഷോ അപതസ്വാവഃ പശ്യാമി ത്വാം ധർമ്മസമ്മൂഢചേതായഃ യച്ഛേയാസന്യാസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. ഹരേ കൃഷ്ണ. ഇഷാജി. कार्पण्यदोषो अपहत स्वभावः पृच्छामि त्वां धर्म सम्मूढचेतः यश्रेयस्यानिश्चितं ब्रूहि तन्मे शिष्यस्ते अहं शाधि मां त्वां प्रसन्नं. ഹരേ കൃഷ്ണ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. कार्पण्यदोषो अपगत स्वभावः पृच्छामि त्वां धर्मसम्मूढचेताः यच्छ्रेयस्यानिश्चितं ब्रूहि तन्मे शिष्यस्ते अहं शाधि मां त्वां प्रपन्नं. ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്ത് ആണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്, ദയവായി ഉപദേശം തന്നാൽ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സിറ്റുവേഷനും അങ്ങനെ തന്നെയാണ്. ശരി ഏത് തെറ്റേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, പ്രത്യേകിച്ച് ഈ കലിയുഗത്തില്. അതുപോലെ തന്നെ നമുക്ക് വരുമ്പം അതെ ചോയ്സ് പ്രധാനമാണ്. എന്താണ് നല്ലത് എന്നുള്ളത്, റൈറ്റ് ചോയ്സ്. വാട്ട് ഈസ് ദ റൈറ്റ് ചോയ്സ്? ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന, പനിക്കാക്കുന്ന ഒരു സംഭവമാണ്. ഒരു പക്ഷേ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പം നമ്മൾ ജോലി ഇല്ലാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞിട്ട് 2 ഓഫർ ലെറ്ററുകൾ നമ്മുടെ അടുത്ത് വരികയാണ്. ഏത് ചോയ്സ് ചെയ്യണം? പനിക്കാണ്, നമ്മൾ പനിക്കാവും. കാര്യം നമുക്കറിയത്തില്ല. അപ്പം ഇങ്ങനെ പല രീതിയിലാണെങ്കിലും, കുട്ടികളുടെ പഠിത്തമാണെങ്കിലും എന്തോ പ്രഭു, അമ്മമാരെ സംബന്ധിച്ച് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പ്രപ്പോസലിന്റെ കാര്യത്തിലാണ്. അതെ, പ്രപ്പോസൽ സത്യമാണ് പറഞ്ഞത്. പ്രപ്പോസലുകൾ വരുമ്പോൾ ഒരു 10-12 പ്രപ്പോസലുകൾ എല്ലാം നമുക്ക് നല്ലതായിട്ട് തോന്നും. ഇതിനകത്ത് ഏതാണ് ചെയ്യേണ്ടത്? ഭയങ്കര കൺഫ്യൂഷനാണ്. വല്ലാത്ത കൺഫ്യൂഷനാണ്. അതെ, ഒരു പനിക് സ്റ്റേജ് ആണത്. അപ്പം ഇത് ഒരാൾക്ക് മാത്രമല്ല, സുമാജിക്ക് മാത്രമല്ല, എല്ലാവർക്കും വരുന്നതാണ്. എന്ത് ചെയ്യണം? ഇതാണ് റൈറ്റ് ചോയ്സ് ആണ്. നമുക്ക് ജീവിതത്തിലെ പരാജയവും വിജയവും ഈ ചോയ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം പല കാര്യങ്ങളിൽ അപ്പം അർജുനനും സംഭവിക്കുന്ന ഇതാണ്, എന്ത് ചെയ്യണം? അപ്പൊ അതിനെല്ലാം നമുക്ക് നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഭഗവാന്റെ റോള് വരുന്നത്. അവിടെയാണ് ഒരു ഗുരുവിന്റെ റോള് വരുന്നത്. അപ്പൊ നമ്മള് അവിടെ ഭഗവാന് സമർപ്പിക്കുകയാണ്. നമുക്കറിയത്തില്ല ശരി ഏതെന്ന്, നമുക്കറിയത്തില്ല തെറ്റേതെന്ന്. അപ്പം കൃഷ്ണ, ശരിയേത് തെറ്റേത് എനിക്കറിയില്ല. എന്താണ് ശരിയെന്നുള്ളത് അവിടുന്ന് ഡയറക്റ്റ് ചെയ്യുക. കാര്യം മയത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. ഈ ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. അല്ല, മയത്യക്ഷേണ ഈ പ്രകൃതി, ഈ പ്രകൃതിയുടെ അധ്യക്ഷത, അതായത് ഈ പ്രകൃതി ഉണ്ടായിരിക്കുന്നതെല്ലാം മയത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. അർജുന, ഈ ചരങ്ങളും ചലിക്കാതിരിക്കുന്നതും അചരങ്ങളും എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. മയത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. എന്റെ ചെറിയൊരു നോട്ടം കൊണ്ടാണ് സ്തംഭിക്കുന്നതും അങ്ങനെ തന്നെയാണ്, സ്തംഭിക്കാതിരിക്കുന്നതും അത് തന്നെയാണ്. അപ്പം ഭഗവാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല. ഭഗവാൻ എല്ലാം നിർവികാരനായിട്ട് നോക്കി നിൽക്കും. ആ നിർവികാരം, അത് ഇന്നലെ ഒരു ഡിസ്കഷൻ കഴിഞ്ഞത് എൻ്റെത് ഒരാൾ ചോദിച്ചു, എന്നെ ഭൂപാതിര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഡോണ്ട് തിങ്ക് God doesn't have any feelings. അതായത് ഭഗവാന്, അപ്പൊ ഇതിനൊരു മലയാളം അർത്ഥം എന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഭഗവാന് വികാരമുണ്ട്,
വികാര വിചാരങ്ങൾ ഭഗവാൻ ഉണ്ട്, അതില്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഭഗവാനെ കണക്ട് ചെയ്തില്ലെങ്കിൽ നിർവികാരതയോടെ മാറി നിന്ന് നോക്കി നിൽക്കും. ഭഗവാനെ എപ്പോ വിളിച്ചു കഴിഞ്ഞോ ഭഗവാന് നമ്മളോട് ആ ഒരു വികാരം ഉണ്ട്. അതുകൊണ്ടാണ് അവർ അർജുനന് വിജയം സംഭവിച്ചത്. വരും. അപ്പം ഇതിന്റെ ഭാവാർത്ഥത്തിലോട്ട് പ്രഭുപാദർ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഫർദർ എക്സ്പ്ലനേഷൻ നമുക്ക് വായിച്ചിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് സിമി മാതാജി ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഭാവാർത്ഥമായി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. പ്രകൃതിയെ തന്നെ ഭൗതിക കർമ്മങ്ങളെയെല്ലാം ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. ഓരോ അടിവയ്പിലും ആശങ്കയ്ക്ക് അവസരമുണ്ട്. അതുകൊണ്ട് ജീവിത ലക്ഷ്യം നിറവേറ്റുവാൻ ഉതകുന്ന വഴി കാട്ടിത്തരാൻ കഴിവുള്ള വിശ്വാസനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കേണ്ടതാണ്. താൻ ആഗ്രഹിക്കാതെ തന്നെ വന്നുപെടുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്നും മോചനം കിട്ടാൻ ഒരു ആത്മീയ ആചാര്യന്റെ സഹായം തേടണമെന്ന് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും വിധിക്കുന്നുണ്ട്. ആരും കൊളുത്താതെ തന്നെ ആളിക്കത്തുന്ന കാട്ടുതീ പോലെയാണ് ജീവിത പ്രശ്നങ്ങൾ. ജീവിതത്തിൽ ആഗ്രഹിക്കാതെ തന്നെ വിഭ്രാന്തികൾ വന്നു പെടുന്നു. ലോകത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. കാട്ടുതീ ആർക്കും ആവശ്യമില്ലെങ്കിലും അത് കത്തിപ്പടരുക തന്നെ ചെയ്യുന്നു. നമ്മൾ സംഭ്രാന്തരാകുന്നു. ജീവിതത്തിലെ സംഭ്രാന്തികളിൽ നിന്നും മോചനം കൈവരിക്കാനും ശാസ്ത്രസമ്മതമായ പരിഹാരം തേടാനുമായി ഒരാൾ പാരമ്പര്യമുള്ള ആത്മീയ ഗുരുവിനെ സമീപിക്കേണ്ടതാണെന്ന് വൈദിക ഗ്രന്ഥങ്ങൾ ഉപദേശിക്കുന്നു. വിശ്വാസനായ ആത്മീയ ഗുരുവിനെ ലഭിച്ച ഒരു വ്യക്തി എല്ലാം അറിയേണ്ടതാണ്. ഭൗതികമായ സംഭ്രമങ്ങളിൽ പെട്ടുഴലാതെ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കണം. അതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുമാജി ബാക്കി വായിക്കാം. ഹരേ കൃഷ്ണ. ആരാണ് ഭൗതികങ്ങളായ വിഷമ പ്രശ്നങ്ങളിൽ പെടുന്നത്? ജീവിതത്തിന്റെ സമസ്യകളെ പറ്റി അറിയാത്തവൻ. ബൃഹദാരണ്യ കോപനിഷത്തിൽ സംപ്രാതനായ മനുഷ്യനെ പറ്റി പറയുന്നു. യോവാ ഏതദക്ഷരം ഗാർഗ്യ വിദിത്വാസ്മ ലോകാത് പ്രൈതി സ കൃപണഃ. ആത്മസാക്ഷാത്കാരത്തിന്റെ ശാസ്ത്രമറിയാതെ മനുഷ്യൻ എന്ന നിലയിൽ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാതെ പട്ടികളെയും പൂച്ചകളെയും പോലെ ഈ ലോകം ത്യജിക്കുന്നവൻ കൃപണനാണ്. ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഈ മനുഷ്യജന്മത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ജീവാത്മാവിന് അത് ഒരു അമൂല്യ സ്വത്താണ്. അതുകൊണ്ട് ഈ അവസരം വേണ്ട വിധം ഉപയോഗിക്കാത്തവർ കൃപണൻ തന്നെ. എന്നാൽ ബ്രാഹ്മണനാകട്ടെ ഈ ശരീരത്തെ ബുദ്ധിപൂർവം ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്നു. യാ ഏതദക്ഷരം ഗാർഗി വിദിത്വാസ്മല്ലോകാത് പ്രൈതി സ ബ്രാഹ്മണ. ഭൗതികമായ ജീവിത വീക്ഷണത്തോടെ സ്വന്തം കുടുംബം, സമൂഹം, രാജ്യം എന്നിവയിൽ ആവശ്യത്തിലധികം സ്നേഹം പുലർത്തിക്കൊണ്ട് സമയം പാഴാക്കുന്നവനാണ് കൃപണൻ. ഭാര്യ, മക്കൾ, മറ്റ് അംഗങ്ങൾ എന്നിവരടങ്ങുന്ന കുടുംബജീവിതം മിക്കവാറും എല്ലാ പേരും ഇഷ്ടപ്പെടുന്നു. ഇതൊരു തരം ത്വക് രോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് പറയാം. സ്വകുടുംബാംഗങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ തനിക്ക് കഴിയുമെന്ന്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ സമൂഹത്തിനോ തന്നെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് കൃപണൻ വിചാരിക്കുന്നു. അത്തരം കുടുംബസ്നേഹം സ്വന്തം കുട്ടികളെ പോറ്റുന്ന താണതരം മൃഗങ്ങളിൽ പോലും കാണാം. കുടുംബാംഗങ്ങളോടുള്ള സ്നേഹവും അവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന ആഗ്രഹവുമാണ് തന്റെ സംഭ്രാന്തിക്ക് കാരണമെന്ന് ബുദ്ധിമാനായ അർജുനൻ അറിയാം. തന്റെ കർത്തവ്യമായ യുദ്ധം കാത്തു നിൽക്കുകയാണെന്നറിഞ്ഞിട്ടും ഈ സങ്കുചിതമായ ദൗർബല്യം മൂലം ആ കടമ നിറവേറ്റാൻ കഴിയുന്നില്ല. ഈ ഘട്ടത്തിൽ ഹരേ കൃഷ്ണ. നിഷാദി ബാക്കി ഒന്ന് വായിച്ചു. കുഴപ്പമില്ല, വായിച്ചു നോക്കൂ. ഈ ഘട്ടത്തിൽ സർവോത്തമനായ ആത്മീയ ഗുരുവായ ശ്രീകൃഷ്ണനോട് അസന്നിഗ്ധമായ പ്രശ്ന പരിഹാരത്തിന് ആവശ്യപ്പെടുകയാണ് അദ്ദേഹം. സൗഹൃദ സംഭാഷണങ്ങൾ നടത്തി അർജുനൻ ശിഷ്യനെന്ന നിലയിൽ ശ്രീകൃഷ്ണന് സ്വയം സമർപ്പിക്കുന്നു. ഗുരുവും ശിഷ്യനുമായുള്ള സംഭാഷണം ഗൗരവമറ്റതാണ്. ഇനി
പ്രാമാണികനായ ആധ്യാത്മിക ഗുരുവുമായി അത്തരം സംഭാഷണത്തിൽ ഏർപ്പെടാൻ അർജുനൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഭഗവത്ഗീതാ ശാസ്ത്രത്തിന്റെ ആദിമ ഗുരു കൃഷ്ണനും ഗീതാ പഠനം നടത്തുന്ന ആദ്യത്തെ ശിഷ്യൻ അർജുനനുമായി. അർജുനൻ തന്റെ ഗീതാസാരം ഉൾക്കൊണ്ടു എന്നത് ഭഗവത്ഗീതയിൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. കൃഷ്ണനിലെ അജന്യയാണ് കൃഷ്ണനെന്ന വ്യക്തിയെയല്ല ശരണം പ്രാപിക്കേണ്ടതെന്ന് മൂഢരായ ഭൗതിക പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു. കൃഷ്ണനിൽ അന്തർഗതൻ, ബഹിർഗതൻ എന്നിങ്ങനെ വ്യത്യാസമില്ല. ഈ സത്യം ഗ്രഹിക്കാതെ ഭഗവത്ഗീത പഠിക്കാൻ ശ്രമിക്കുന്നവൻ പമ്പരവിഡ്ഢിയാണ്. ഹരേ കൃഷ്ണ. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഏറ്റവും ജ്യോതിഷ വിധി, അതായത് ജ്യോതിഷ പരിഹാരം, നമ്മളെല്ലാവരും ജ്യോതിഷത്തിനടുത്ത് ഒരു പക്ഷേ പോകുന്നതാണ്. നമ്മൾ ജീവിതത്തിൽ ഒരു നിരാശമായ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് ഒരു പക്ഷെ നമ്മൾ ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോകുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ജീവിതത്തിലെ പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം സൗഹൃദ സംഭാഷണങ്ങൾ നിർത്തി അർജുനൻ ശിഷ്യൻ എന്ന നിലയിൽ കൃഷ്ണൻ സ്വയം സമർപ്പിക്കുന്നു. അപ്പം ജീവിതത്തിലെ പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന് ശരണാഗതി പ്രാപിക്കും. തീർച്ചയായും ജീവിതത്തിലെ പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇവിടെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് ജീവിതത്തിലെ പ്രയാസങ്ങൾ. എന്തുകൊണ്ടാണ് ജീവിതത്തിലെ പ്രയാസങ്ങൾ സംഭവിക്കുന്നതെന്നും ഇവിടെ പറഞ്ഞു. ഞാൻ എന്ന ഭാവവും തികച്ചും ഭൗതികമായ ജീവിതം, അതായത് മറ്റ് മൃഗങ്ങളും പട്ടിയായാണെങ്കിലും പക്ഷിയാണെങ്കിലും പന്നിയാണെങ്കിലും ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങളാണ് നമ്മളും ചെയ്തു പോകുന്നത്. ഭൗതികമായ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരും കുളിക്കുന്നുണ്ട്, ആക്ച്വലി അവരും ഭക്ഷിക്കുന്നുണ്ട്, അവരും പ്രത്യുത്പാദനം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഒരു സുദുർലഭമായ ജന്മം കൊടുത്തിരിക്കുന്നു. ബൗദ്ധികമായി ടോപ്പ് ലെവലിൽ നിർത്തിക്കൊണ്ടാണ്, അതായത് എന്താണ് ഈ കർമ്മബന്ധങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു ചാൻസ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ അവിടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ മാറണം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെയോ ചോദിക്കാതെ തന്നെയാണ് ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുന്നത്. അതിനകത്ത് യാതൊരു സംശയമുണ്ടോ? സംശയങ്ങളുണ്ടോ? സംശയങ്ങളില്ല, ഇല്ല. കുന്തിദേവി മാത്രമേ പറയുന്നുള്ളൂ എനിക്ക് പ്രയാസം തരണമെന്ന്. വേറെ ആരും ലോകത്ത് പറയത്തില്ല പ്രയാസങ്ങൾ തരണമെന്ന് പറയത്തില്ല. അപ്പം പ്രയാസങ്ങളിൽ നിന്ന് പുറത്തോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അവിടെ നമ്മള് പാരമ്പര്യമുള്ള ഒരു ആത്മീയ ഗുരുവിനെ സമീപിക്കണമെന്ന് പറയും. ഇത് ഞാൻ ഈ ശരീരമല്ല, ഈ ആത്മാവാണ് എന്ന് തിരിച്ച് അറിയാൻ ഭഗവാന് മാത്രമേ പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ. ക്വാളിഫൈഡ് ആയിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഭഗവാൻ അല്ലെന്നുണ്ടെങ്കിൽ ഭഗവാനിൽ നിന്ന് നേരിട്ട് ഉപദേശം സ്വീകരിച്ച ശിഷ്യ പരമ്പര, ഗുരു പരമ്പരയുണ്ട്. അങ്ങനെ വരുമ്പം ഭഗവാനിൽ നിന്ന് വിവസ്വാൻ സൂര്യദേവൻ, ഭഗവാൻ നാരദ മഹർഷി, അപ്പൊ അങ്ങനെ തുടങ്ങി വ്യാസമഹർഷി, ശുകദേവ ഗോസ്വാമി, അങ്ങനെ തുടങ്ങി രാമാനുജാചാര്യര്, മധ്വാചാര്യര്, അങ്ങനെ വന്നിട്ട് ഭക്തിസിദ്ധാന്ത സ്വാമി മഹാരാജാവ്, ശീല പ്രഭുപാദരുടെ ശിഷ്യഗണങ്ങൾ. ഇതൊരു പരമ്പരയാണ്. 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഏവരം പരമ്പര പ്രാപ്തം. അപ്പം അങ്ങനെ വരുമ്പം ഭഗവാൻ എന്താണോ പറഞ്ഞു തന്നിരിക്കുന്നത് അതേപടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി വരുമ്പോഴാണ് പിന്നീടുള്ള യഥാർത്ഥ ഗുരുവിനെയൊക്കെ നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നത്. ഇപ്പം ആക്ച്വലി ശ്രീനാരായണ ഗുരുവിനെയൊക്കെ ഞാൻ ആദ്യം വായിക്കുമ്പം എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. സാധാരണ ഒരു ഗുരു എന്ന പോലെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഭഗവത്ഗീത കൃത്യമായിട്ട് ഗുരുപരമ്പര വഴി വായിച്ച് പഠിച്ച് വന്നിട്ട് ഞാൻ ശ്രീനാരായണ ഗുരുവിന്റെ ആ കൃതികളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ യഥാർത്ഥ ഒരു വൈഷ്ണവനായിരുന്നു എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. പരമാത്മാവിനെ പറ്റിയൊക്കെ ദർശനമാലയിലൊക്കെ കൃത്യമായിട്ട് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാനുമായിട്ട് ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് സ്ഥാപിച്ച ഒരാൾക്ക് മാത്രമേ, ആചാര്യന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം
വളരെ ദുർഘടമായ ഒരു കാലഘട്ടത്തിൽ താമസിച്ചപ്പോൾ പോലും, ജീവിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന്റെ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചില്ല. അത് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. അദ്ദേഹം ആത്മീയമായിട്ടുള്ള ആ തത്വത്തിൽ മുറുകെ പിടിച്ചു. ആത്മാവിനെ കുറിച്ചും പറഞ്ഞു. ശ്രീകൃഷ്ണ ദർശനം, ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ഇതുണ്ട്, ശ്രീകൃഷ്ണ ദർശനം എന്നൊരു ഭാഗമുണ്ട്. അതൊക്കെ നോക്കണം. പിന്നെ പഠിക്കാൻ പോകുന്ന സമയത്ത് ചെല്ലാൻ താമസിക്കും. ഗുരു ചോദിക്കും എന്തുകൊണ്ടാണ് താമസിക്കുന്നത് ചോദിക്കുമ്പോഴൊക്കെ അവിടെ ഭഗവാനെ ദർശിച്ച ആ ഒരു വിവരണമുണ്ട്. നാണു എന്താണ് താമസിച്ചു പോയതെന്നൊക്കെ ചോദിക്കും. അപ്പൊ അവിടെ വരുതെന്ന് പറഞ്ഞല്ലേ, ഇവിടെ എല്ലാം ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ നിർഭാഗ്യം എന്ന പോലെ ഇവര് എടുത്ത ദർശനങ്ങളെ നമുക്ക് പ്രചരിപ്പിച്ചിട്ടില്ല. ഇവരെ പിന്നീട് വന്നിട്ടുള്ള എന്താ പറയുന്നത്, പൊളിറ്റിക്കൽ സംഘടനകൾ മാത്രമാണ് വോട്ടിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ദർശനങ്ങളൊന്നും എടുത്തില്ല. ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത്. ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പേര് കൊടുക്കും ശ്രീനാരായണ ഗുരുദേവൻ. പക്ഷെ എന്താണ് അദ്ദേഹം പ്രചരിപ്പിച്ചിരിക്കുന്നതൊന്നും എടുക്കത്തില്ല. ഇവിടെയാണ് ആ ഗുരുവിനെ സ്വീകരിക്കുക എന്ന്. ആത്മീയമായി ഒരു ഗുരുവിനെ സ്വീകരിച്ച് ഭഗവത്ഗീത വായിച്ച് പഠിക്കുമ്പോൾ ഇവരെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഭഗവാൻ ആരാണെന്ന് അറിയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാൻ പറ്റും. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് അറിയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ആദ്യത്തെ ഒന്ന്, നമ്മുടെ എല്ലാ ചിന്തകളും, നമ്മുടെ എല്ലാ പ്രവർത്തികളും, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ ബന്ധുജനങ്ങള് എന്ന് പറഞ്ഞിട്ട് ഫുള്ള്, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം, അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ സംശയം എന്ന് പറയും. കാരണം കുറെ എന്താ പറയുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണിത്. അങ്ങനെ വേണോന്നല്ലോ പല ചോദ്യങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ പറയുന്നില്ല. ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാം. 100% അവരോട് തന്നെ അറ്റാച്ച് ചെയ്തിട്ട് എല്ലാം അവർക്ക് വേണ്ടി തന്നെ ജീവിച്ചിട്ട് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നൈരാശ്യം ഉണ്ടാകുന്നത്. അതെന്തായാലും ഒരു അറ്റാച്ച്മെന്റ് വരില്ല പ്രഭു. ഉണ്ട്. അപ്പൊ നൈരാശ്യം അവിടെ ഉണ്ടായി ഇല്ലേ? അപ്പം അവിടെ അമിതമായ അറ്റാച്ച്മെന്റ് തീർത്തും പാടില്ല എന്ന് ഭഗവാൻ പറയുന്നു. ഒരു വിവാഹം കഴിഞ്ഞ് പോകുന്ന ഒരു കുട്ടിയോട്, ഒരു പെൺകുട്ടിയോട് നമ്മൾ എന്തിനാ കരയുന്നത്? നിങ്ങളല്ലേ വിവാഹം ഉണ്ടാക്കി കൊടുത്തത്? നിങ്ങളല്ലേ വിവാഹം കഴിച്ചിട്ട് പുരുഷന്റെ വീട്ടിലോട്ട് പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്? പിന്നെന്തിനാ അവിടെ നിന്ന് കരയുന്നത്? അവിടെയാണ് അനാവശ്യമായ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. നമ്മളും ആ സ്റ്റേജിലൂടെയാണ് വന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു പുതുജീവന് വേണ്ടിയിട്ടാണ്, ഭഗവാന് സേവ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഭഗവാൻ തന്നെയാണ് നമ്മൾ ചോയ്സ് ചെയ്ത് തന്നിരിക്കുന്നത്. പകൽ സമർപ്പിതമായിട്ട് മറ്റൊരു തലമുറയ്ക്കുള്ള ഒരു വിവാഹ ജീവിതം ആരംഭിക്കുകയാണ്. അവിടെ വിഷമമല്ല, ഭഗവാന്റെ നാമത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിൽ അനുഗ്രഹിച്ചു വിടുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ വിഷമമല്ല വരുന്നത്. അപ്പം എന്തുകൊണ്ട് വിഷമം? ഭഗവാനെ മറന്നിട്ടുള്ള അറ്റാച്ച്മെന്റ് വരുമ്പോഴാണ്. അത് തീർച്ചയായിട്ടും ഒരു മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ചിടത്തോളം ഇത്തിരി ഒരു സെൻസിറ്റീവ്നെസ് അവിടെ ഉണ്ടാവും. ശരിയാണ്. അത് ശരി എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞത് ജസ്റ്റിഫിക്കേഷൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ശരിയല്ല. കാര്യം ഭഗവാന് വേണ്ടിയിട്ട് സേവ ചെയ്യാനുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനുള്ള പരിപാടികളാണ് പിന്നെ ചെയ്യേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, വിവാഹശേഷം കുട്ടികൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണഗതിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. അപ്പൊ അവിടെ നമ്മൾ തയ്യാറെടുക്കണം. എങ്ങനെയുള്ള കുട്ടിയാണ് നമ്മൾക്ക് വേണ്ടെന്ന്. അപ്പൊ അവിടെ എല്ലാം കോൺഷ്യസ് ഇല്ലാതെ പോകുമ്പോഴാണ് ഇന്ന് ഭൗതികതയിൽ കാണുന്ന ഈശ്വര നിഷേധികളായ കുട്ടികൾ ഉണ്ടാകുന്നത്. അവിടെയാണ് സമൂഹം തകർക്കപ്പെടുന്നത്, സമൂഹത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നത്. അപ്പൊ അവിടുന്നേ ആ വിവാഹം, ആ മുഹൂർത്തം ചെയ്തു, നമ്മള് താലി കൈമാറി, അവിടം തൊട്ടേ നമ്മൾ ഭഗവത് ചിന്തയോടെ മുന്നോട്ട് പോകണം. അപ്പം
എല്ലാവർക്കും അറിയാവുന്നതാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞ് കുട്ടിയുണ്ട്. പക്ഷെ ആ കുട്ടി എങ്ങനെ ഉണ്ടാകണം എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. അതിന് നമ്മുടെ ഒരു ഗൃഹത്തില് ഒരു അതിഥി വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും സുധീഷ് ജി? എന്താ ചെയ്യാ? അപ്പം ഗസ്റ്റിന് വേണ്ട സൗകര്യങ്ങളൊക്കെ നോക്കും. ഗസ്റ്റിന് വേണ്ട സൗകര്യങ്ങൾ ഇപ്പം വെറുതെ എങ്കിലും കസേരയൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് പിടിച്ചു വെക്കും, ജസ്റ്റ് ഒന്ന് പൊടിയൊന്ന് തട്ടി വെക്കും, ഇല്ലേ? പാത്രമൊക്കെ ഒന്ന് അടുക്കി വെക്കും. ഒന്നുമില്ല, വെറുതെ ഒന്ന് ഒരു ഗസ്റ്റ് വരുന്നുണ്ടോ കോൺഷ്യസ് വന്നതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു ഒരുക്ക് ഒരു 10 മാസം. അതെ, ചെറിയ ഡൗട്ട്, ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ ഇപ്പം പറയുന്ന 2 വിഷയങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഭഗവത്ഗീതയിൽ ത്രൂ ഔട്ട് പറയുന്നത് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അമ്മയായാലും അച്ഛനായാലും മക്കളായാലും അവർക്കൊരു ഡ്യൂട്ടി ഉണ്ട്, അല്ലെ? അത് ചെയ്തേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട് നമുക്ക് അറ്റാച്ച്മെന്റ് പാടില്ല. അപ്പൊ അതില് ഒരു ചെറിയ ക്ലാരിറ്റി ആവശ്യമുണ്ട്. എന്നാൽ ഒരു ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് ചെറുതായിട്ട് പിക്ക് ചെയ്യാനും പറ്റും. അതായത് നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നു, ബട്ട് വി ആർ നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ബാക്ക് എന്നുള്ള രീതിയിൽ. അവിടെ കഴിയുമ്പോഴായിരിക്കും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നേരത്തെ സുമാജി പറഞ്ഞ ആ ഒരു വിഷയത്തിൽ തന്നെയാണ്. അപ്പം നമുക്ക് പലപ്പോഴും അങ്ങനെ തോന്നിപ്പോവും. നമ്മളത് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ച് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട്, സാധാരണ മാനുഷികമായിട്ടുള്ള ഒരു മനുഷ്യ സ്വഭാവത്തിന്റെ കൂടെ ഉള്ളതുകൊണ്ട് അതിൽ വരുന്ന അറ്റാച്ച്മെന്റ് ആണ് നമുക്ക് പിന്നെ നിരാശയ്ക്ക് കാരണമെന്ന് തോന്നുന്നത്. അല്ല, ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്ലാസ് കേട്ട് നമ്മൾ വല്ലാതെ അറ്റാച്ച്മെന്റ് വേണ്ട, ഡിറ്റാച്ച്മെന്റിന് വേണ്ടി പ്രവർത്തിക്കാന്ന് വിചാരിക്കാം. അപ്പൊ കുട്ടികൾ എന്താ പറയുന്നത്? അമ്മയ്ക്ക് ഒരു സ്നേഹവും ഇല്ല, അമ്മ ടൈമായ ബുക്ക് എടുത്തു, ടാബ് എടുത്തു, പോയി ക്ലാസ്. ഇപ്പൊ അങ്ങനെയുള്ള കംപ്ലൈന്റാ. അതൊരു ചിരിയിലങ്ങ് ഒതുക്കിയാ മതി കേട്ടോ. അതിന് മറുപടി പറയാൻ നിൽക്കണ്ട, അതിനൊരു ചിരിയിലങ്ങ് ഒതുക്കിയാ മതി. എന്താ സ്മിതമാതാജി? തൽക്കാലം സ്മിതമാതയിലോട്ട് വരാം. അതൊരു ചിരിയില് തൽക്കാലം ഒതുക്കിയാ മതി. കാര്യം അവർക്ക് ഇപ്പം അതാണ് ഫസ്റ്റ് സ്റ്റേജില് മനസ്സിലാക്കാനുള്ള പ്രായം. അത് കഴിഞ്ഞിട്ട് അവര് വായിച്ചു വരുമ്പോഴത്തേന് ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. ചെയ്യാതിരിക്കരുത് എന്ന് ഒരിക്കലും ഭഗവാൻ പറഞ്ഞിട്ടില്ല. അതേസമയം അതിന് നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കരുത്, ഇങ്ങോട്ട് എനിക്ക് അത്രയും വേണമെന്നുള്ളത്. പ്രതീക്ഷിക്കില്ലെങ്കിലും ആ സ്നേഹം എത്രയായാലും സ്നേഹം, അതെ, അവിടെ അത് സ്വാഭാവികമായിട്ടും കിട്ടും. എങ്ങനെ കിട്ടും? നമ്മള് അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു സ്റ്റേജ് അവിടെ പോയിന്റ് ചെയ്ത് നിർത്തൂ. നമ്മളൊക്കെ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ, സ്മിതമാതാജി ഉൾപ്പെടെ എല്ലാവരും ഇൻ ബിറ്റ്വീനിലാണ് വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇൻ ബിറ്റ്വീൻ വന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മളെ വീണ്ടും പഴയ കാര്യങ്ങൾ പഠിപ്പിക്കണം, പിന്നെ വരുന്നവരെ പഠിപ്പിക്കണം, ഇൻ ബിറ്റ്വീൻ. പക്ഷേ ഒരു പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ആ ഒരുക്ക് ആവശ്യമാണ്. അവിടെയാണ് ഗർഭധാന സംസ്കാരം എന്ന് പറയുന്നത്. ആ ഒരുക്ക് ആവശ്യമാണ്. അപ്പം ആ കുട്ടി എങ്ങനെ വരണം എന്ന് തീരുമാനിക്കേണ്ടത് മാതാപിതാക്കളാണ്, ആ കുടുംബമാണ്. അതിനെ നമ്മള് ഈ പറഞ്ഞതിന്റെ കൂട്ട് നമ്മൾ ഗൃഹത്തിൽ ഒരു അതിഥി വരുമ്പോൾ സ്വീകരിക്കുന്നത് പോലെ തന്നെ ആ ഉദരത്തെയും നമ്മൾ പവിത്രമാക്കണം. അപ്പം ആ പെൺകുട്ടിയുടെ ഉദരത്തിൽ ഇനി ഒരു കുഞ്ഞു വരാനുള്ളതാണ്. അപ്പം ആ ഉദരത്തെ പവിത്രമാക്കണം. അതുപോലെ നമ്മള് പഠിച്ചിട്ടുണ്ടല്ലേ, കേട്ടിട്ടുണ്ട്, ക്ഷേത്രജ്ഞൻ എന്നൊക്കെ. ഈ ശരീരം ക്ഷേത്രമാണ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ശരീരത്തെ നമ്മൾ ക്ഷേത്രമാക്കി വെക്കണം. അപ്പൊ അവിടെ ദേവ ചൈതന്യം വരും. ക്ഷേത്രമാക്കി വെക്കുമ്പോഴാണ് അവിടെ വിഗ്രഹ പ്രതിഷ്ഠ വരുന്നത്, അല്ലേ? ആ വിഗ്രഹ പ്രതിഷ്ഠ വരുന്നതിന് ദേവ ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ശരീരത്തിൽ ശരീരം ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ അവിടെ ദേവ ചൈതന്യത്തെ ആവാഹിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ദേവ ചൈതന്യമുള്ള ശരീരത്ത് ആ ഉദരത്തില് ദേവചൈതന്യമുള്ള ശരീരത്ത് ആ ഉദരത്തില് ഭഗവാൻ നല്ലൊരു അതിനനുസരിച്ചിട്ടുള്ള ദേവചൈതന്യമുള്ള ബീജത്തെയാണ് വിടുന്നത്. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഭർത്താവിൽ നിന്നാണ് വരുന്നത്. അല്ല, ഭർത്താവ് ഒരു ഉപാധി മാത്രമേ ആകുന്നുള്ളൂ, ഒരു മീഡിയേറ്റർ മാത്രമേ ആകുന്നുള്ളൂ.
ഈ ബീജം പ്രദാനം ചെയ്യുന്നത് ഭഗവാനാണ്. അതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അത്തരം ദൈവ ചൈതന്യമുള്ള ഒരു ബീജത്തെ നമ്മൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഉദരം പവിത്രമാകണം. ആ ഉദരം പവിത്രമാകണമെന്നുണ്ടെങ്കിൽ ആ ശരീരത്തെ ക്ഷേത്രമായിട്ട് വെക്കണം. ഇത് പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക്. ഇൻ ബിറ്റ്വീൻ വരുമ്പോഴാണ് സുധീഷ്ടി പറഞ്ഞതിന്റെ കൂട്ടൊക്കെ വരുന്നത്. കാര്യം ഇൻ ബിറ്റ്വീൻ സുധീഷ്ടി ആണെങ്കിലും സ്മിതമാതാജി ആണെങ്കിലും സുമാജി ആണെങ്കിലും ഞാനാണെങ്കിലും എല്ലാം ഇൻ ബിറ്റ്വീൻ ഉള്ളവരാണ്. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ ആദ്യമായിട്ട് തുടങ്ങി കുറച്ച് തയ്യാറെടുപ്പ് വേണ്ടി വരും. അപ്പം പക്ഷെ എങ്കിൽ പോലും അതിൻ്റെതായ അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഭഗവത്ഗീത അവരെ പറഞ്ഞു കൊടുക്കാൻ ശീലിപ്പിക്കേണ്ടത്, ഒരു ശരിയായ ഗുരുവിനെ സ്വീകരിപ്പിക്കേണ്ടത്. അവിടെ രാമായണത്തിന് നമ്മൾ വായിച്ച് തിരിച്ചറിഞ്ഞു. വെറും കാട്ടാളനായിട്ട് വന്ന ഒരു രത്നാകരൻ എന്നുള്ള ആ രത്നാകരൻ ഒരു കൺവർഷൻ പോയിന്റ്, ദ്വിജന്മം. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും 2 ജന്മമുണ്ട്. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പോകുമ്പം ഗുരുവാണ് തീരുമാനിക്കുന്നത് കുട്ടികളുടെ ടേസ്റ്റ് കണ്ടിട്ട്. അപ്പൊ അവിടെ ഉപനയന കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ദ്വിജന്മം, 2ാമത്തെ ജന്മം. ആ ദ്വിജന്മത്തിലാണ് ദേവചൈതന്യമായിട്ട് നമ്മൾ വരുന്നത്. അപ്പം ഗുരുവിനെ സമീപിക്കേണ്ടതിന്റെ ആവശ്യം. അപ്പൊ ആ രത്നാകരൻ വാൽമീകി മഹർഷിയായിട്ട് മാറി. ആ വാൽമീകി മഹർഷിയായിട്ട് മാറിയപ്പോഴാണ് ആദ്യമായിട്ട് ഒരു ദീന അനുകമ്പയുണ്ടായത്, ദയുണ്ടായത്. അപ്പം ഭഗവാനിൽ ശരണാഗതി പ്രാപിച്ചെങ്കിൽ മാത്രമേ, അതുപോലെ തന്നെ ഭഗവാന്റെ കോൺഷ്യസ് നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അനുകമ്പ എന്നൊരു വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുകയുള്ളൂ, ആ ദയ ഉണ്ടാവുകയുള്ളൂ. അതുവരെ കൊന്നു നടന്ന, പിടിച്ചു പറിച്ചു നടന്ന ആ രത്നാകരൻ വാൽമീകി മഹർഷി ആയപ്പോൾ വാൽമീകി 2 പക്ഷികളെ ഇണചേർന്നിരുന്ന 2 കറോഞ്ചമിഥുനങ്ങൾ എന്ന് പറയുന്ന 2 പക്ഷികളിൽ ഒരു പക്ഷിയെ ഒരു വേടൻ വന്ന് അമ്പെയ്തപ്പോൾ ആ ദുഃഖം വന്നു. ആ ദുഃഖം രത്നാകരനായിരിക്കുമ്പോൾ ആ ദുഃഖം ഉണ്ടാവുമായിരുന്നു? ഇല്ല, അദ്ദേഹം ചിരിക്കും. അപ്പൊ ആ ദുഃഖം ഒരു പരദുഃഖ ദുഃഖി, ഒരു വൈഷ്ണവന്റെ ശ്രേഷ്ഠതയാണ് പരദുഃഖ ദുഃഖി. ആ പരദുഃഖം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈശ്വര ചൈതന്യം നമ്മുടെ ശരീരത്തുണ്ടാകണം. ആ പരദുഃഖം വരുമ്പോൾ ആ ഈശ്വര ചൈതന്യം നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ മറ്റുള്ളവരോട് സഹാനുഭൂതി നമുക്കുണ്ടാവത്തുള്ളൂ. ആ സഹാനുഭൂതി ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഭൗതിക ശരീരമല്ല, നമ്മളെല്ലാം ജീവാത്മാവാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിനൊരു ശ്രേഷ്ഠതയുണ്ടാകും. നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. അപ്പം നമ്മുടെ കുടുംബത്തിലുള്ളവരും അതുപോലെ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ സുമാജി പറഞ്ഞ ആ സ്നേഹം കൃത്യമായിട്ട് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കേണ്ടത് ആ പ്രതീക്ഷയ്ക്കിനും ഉപരിയായിട്ട് നമുക്ക് ആ സ്നേഹം നമ്മുടെ കുട്ടികളിൽ നിന്ന് കിട്ടും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. കാര്യം നമ്മൾ കുലീനതയാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ പറയാറില്ലേ, പറക്കുന്നെങ്കിൽ ആഢ്യ കുടുംബത്തിൽ പറക്കണം, കുലീന കുടുംബത്തിൽ പറക്കണം എന്നൊക്കെ പറയത്തില്ലേ? ഇതിനെയാണ് പറയുന്നത്, ഭൗതികമായിട്ടല്ല. ഈ കുലീനത അവർക്കുണ്ടാകുമ്പോൾ അവർ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവരവരുടെ അച്ഛനെയും അമ്മയെയും വിട്ട് ജീവിക്കത്തില്ല. അവർക്ക് എപ്പോഴും അച്ഛനോടും അമ്മയോടും ഒരു വിധേയത്വം എന്ന് പറഞ്ഞാൽ അതും അധികമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്നല്ല പറഞ്ഞത്. അച്ഛന്റെയും അമ്മയെയും ആ സ്ഥാനത്ത് അതിൻ്റെതായ അർഹതയോടെ കാണും. ഇപ്പൊ ജീവിതത്തിൽ ഇവിടെ ഇതൊക്കെയാണ് ഈ ശ്ലോകം കൊണ്ട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ പനി കണ്ടീഷൻ സിറ്റുവേഷൻ മാറണം എന്നുണ്ടെങ്കിൽ ഭഗവാനോട് ശരണാഗതി പ്രാപിക്കണം. ഇവിടെ പറയുന്നുണ്ടല്ലോ, പ്രകൃത്യാ തന്നെ ഭൗതിക കർമ്മങ്ങളെല്ലാം ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. ഓരോ അടിവെപ്പിലും, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഓരോ ശ്വാസത്തിലും നമ്മുടെ ഓരോ ചലനങ്ങളിലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്നുള്ളതാണ് ഈ 2021 നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ഓരോ ശ്വാസത്തിലും പദാനുപദം ആ ഒരു ശ്ലോകം ഉണ്ടല്ലോ, ഓരോ ചുവടിലും അപകടത്തിന്റെ ഇരിപ്പാണ്. സ്മിതമാതാജിക്ക് അറിയാം, ഭാഗവത്തിലാണ്. ഭാഗവതം കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ സ്മിതമാതാജി വരണം, ഭാഗവത്തിൽ അറിയാം. അതിനകത്ത് ആ ശ്ലോകമുണ്ട്. ഓരോ ചുവടിലും 10:14:58 എടുത്തു വെച്ചേരെ, ഞാൻ അങ്ങോട്ട് വരും.
എടുത്തു വെച്ചേര്. അപ്പം ഓരോ ചുവടിലും നമുക്ക് അപകടങ്ങൾ പതിയിരിക്കുകയാണ്. അർജുനൻ ഭഗവാനെ കണ്ടതുപോലെ ആ ഒരു ശരണാഗതി നമ്മൾ പ്രാപിക്കുന്നതിൻ്റെ ഒരു തുടക്കമാണ്, ഇനിഷ്യൽ സ്റ്റെപ്പാണ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപവും ഭഗവത്ഗീത പഠനവുമെല്ലാം. ഇത് നമ്മൾ വായിച്ച് പഠിച്ചു വരും. നമ്മളെല്ലാം ഇനിഷ്യേറ്റേഴ്സ് ആണ്, അതായത് നമ്മളെല്ലാം തുടക്കക്കാരാണ്. ഈ പറയുന്ന ഞാൻ തുടക്കക്കാരനാണ്, സ്മിതമാതാജി തുടക്കക്കാരനാണ്, ഇതിനകത്ത് വലിപ്പ ചെറുപ്പം ആരുമില്ല. സുധീഷ് തുടക്കക്കാരനാണ്, സുമാജി തുടക്കക്കാരനാണ്, വിദ്യാജി തുടക്കക്കാരൻ, എല്ലാവരും തുടക്കക്കാരനാണ്. ആരും ലീഡറായിട്ടില്ല, ഒരാളും ലീഡറായിട്ടില്ല. നമ്മളെല്ലാം തുടക്കക്കാരാണ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു ഗുരുവിനെ തിരിച്ചറിയുന്നു, ഗുരുവിൽ നിന്ന്. അപ്പൊ ആ ഗുരുവാണ് രാമായണവും ഭാഗവതവും കൃത്യമായിട്ട് പറയുമ്പം അത് അവ്യഭിചാരേണ ആയിരിക്കണം. ശ്രീരാമചന്ദ്രൻ ഭഗവാനാണെന്ന് പറയുമ്പം വേറെ പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് വേറെ ആള് ഭഗവാനാണെന്ന് പറയുന്ന ഗുരുവിനെ തിരഞ്ഞെടുക്കാൻ പാടില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം കൊമേഴ്ഷ്യൽ ഗുരുവാണ്. കൊമേഴ്ഷ്യൽ ഗുരുസ് എന്ന് പറയും. ഇന്ന പ്ലാറ്റ്ഫോമിൽ വിളിക്കുമ്പം ആ പ്ലാറ്റ്ഫോമിനനുസരിച്ച് സംസാരിക്കും, മറ്റൊരു പ്ലാറ്റ്ഫോമിൽ പോകുമ്പം ആ പ്ലാറ്റ്ഫോമിനടുത്ത് സംസാരിക്കും. ഒരിക്കലും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ എല്ലാം സ്റ്റേജുകളിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ കൺഫ്യൂസ് ആവും. അവിടെ പറഞ്ഞതൊന്ന്, മറ്റൊരിടത്ത് പറഞ്ഞതൊന്ന്. ഇതിനകത്ത് പ്രഭുപാദര് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ ട്രാൻസ്ലേഷനും, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു അദ്ദേഹം ജീവിത അവസാനം വരെ, സമാധി അടയുന്നത് വരെ, കൃത്യമായ സമാധി അടയുന്നത് വരെ ഒരേ ദർശനം തന്നെയായിരുന്നു ശ്രീനാരായണ. ഒരിക്കലും ഒരു സമയത്തും അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു. ഹരേ കൃഷ്ണ. ഇതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻസ് ഭാഗവതം കോട്ട് ചെയ്ത് തുടങ്ങി സ്മിതമാതാജി സംസാരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഈ മാതാജി ഡൗട്ട് പറയുന്നുണ്ടായിരുന്നു, സുധീഷ് ജിയും പറയുന്നുണ്ടായിരുന്നു അറ്റാച്ച്മെന്റിനെ കുറിച്ചിട്ട്. അപ്പൊ ഞാനൊരു ലെക്ചറിൽ കേട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മള് നമ്മുടെ മക്കളെ ഒരു ബോഡിലി പ്ലാറ്റ്ഫോമിൽ കാണുമ്പോഴാണ്. അതേസമയം നമ്മൾ അവരെ സ്നേഹിക്കുമ്പോ നമ്മള് സോളിന്റെ പ്ലാറ്റ്ഫോമിലാണ് അവരെ കാണുന്നത്. അപ്പൊ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് അവരുടെ നിന്ന് എന്ത് കിട്ടാന്നുള്ള ഒരു പ്രതീക്ഷ നമ്മൾക്ക് വരും. അതേസമയം സ്നേഹം എന്ന് പറയുമ്പോ നമ്മൾക്ക് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഇത് തമ്മിൽ വളരെ ഫൈൻ ലൈൻ ആയിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ. ഇപ്പൊ ഒന്നാമത് ഈ മെറ്റീരിയൽ വേൾഡിൽ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറ്റാച്ച്മെന്റ്സ് ഉണ്ടാവും, എസ്പെഷ്യലി മക്കളോട്. വേറെ ഏത് അറ്റാച്ച്മെന്റ് ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മക്കളോട് വളരെ കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ അതിന് ഉള്ള ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ നമ്മൾ ഈ സോളിന്റെ ലെവലിൽ നമ്മൾ ചിന്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരും ഭഗവാന്റെ അംശമാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾ സോളിന്റെ പ്ലാറ്റ്ഫോമിലാണ് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അറ്റാച്ച്മെന്റിനെക്കാട്ടിലും കൂടുതൽ സ്നേഹം എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് വരും. ഇപ്പൊ നമ്മൾ സ്നേഹം എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിന്റെ പുറകില് നമ്മൾക്ക് കൂടുതലായിട്ട് നിൽക്കുന്ന വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറ്റാച്ച്മെന്റ് ആണ്. അതേസമയം നമ്മള് അവരും ഭഗവാന്റെ അംശമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോ, ഇപ്പൊ പ്രഭു പറഞ്ഞ പോലെ ഒരു പിതാവ് മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബർത്ത് ആൻഡ് ഡെത്തിന്റെ സൈക്കിളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്ന ആൾക്കാരെയാണ് ശരിക്കും പിതാവെന്നും മാതാവെന്നും ഗുരുവെന്നും പറയാൻ പറ്റുന്നത് എന്ന് പ്രഭു ആ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പൊ എപ്പൊ നമ്മൾ ചിന്തിക്കുന്നു ഇവരും ഭഗവാന്റെ പാർട്ട് ആൻഡ് പാഴ്സൽ ആണ് എന്നുള്ളത്, അപ്പോഴാണ് ആക്ച്വലി അവരോട് നമ്മൾക്ക് സ്നേഹം ഉണ്ടാകുന്നത്. അതുവരെയുള്ളത് അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ വളരെ ഫൈൻ ലൈൻ ഡിഫറൻസേ ഉള്ളൂ. ഇപ്പൊ പ്രഭു പറഞ്ഞ പോലെ നമ്മൾ കുറച്ചുകൂടെ ഭഗവാൻ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ അറ്റാച്ച്മെന്റിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയും. ആൻഡ് ആ സ്നേഹം എങ്ങനെയാണോ യശോദാമയ്യക്ക് ഭഗവാനോട് ഉണ്ടായിരുന്നത്, ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. മറ്റേ സാധാരണ മെറ്റീരിയൽ ലെവലിലാവുമ്പോഴാണ് നമുക്ക് അറ്റാച്ച്മെന്റ് എന്നുള്ള രീതിയിൽ വരുന്നത്.
എനിക്ക് തോന്നുന്നു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. സുധീഷിലോട്ട് വരാം. സുധീഷിലോട്ട് വരുന്നതിന് മുമ്പിട്ട് ആ പത്താമത്തെ ദശമസ്കന്ധത്തില് 14ാമത്തെ അധ്യായത്തില് 58ാമത്തെ ശ്ലോകമാണ് ഇത് പറയുന്നത്. സമാശ്രിതായേ പദപാദ പല്ലവം അല്ല സമാശ്രിതയേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോ മുരാരേ ഭവാംബുതിർവസ്ത പദം പരം പദം 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 യത്പദം നദേശാം. കൃഷ്ണമാതാജി എന്റെ ട്രാൻസ്ലേഷൻ എങ്ങനെയായിരുന്നു? Translation by Srila Prabhupada, Jai Srila Prabhupada. For those who have accepted the boat of the lotus feet of the Lord, who is the shelter of the cosmic manifestation and is famous as Murari, the enemy of Muradamon, the ocean of the material world is like the water contained in the calf's hoof print. Their goal is Parampadam, Vaikunta, the place where there is no material miseries, not the place where there is danger at every step. അവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ അടിയിലും കുഴികൾ, ഭയത്തിന്റെ കുഴികൾ അല്ലെങ്കിൽ അപകടത്തിന്റെ കുഴികളാണുള്ളത്. ഈ അപകടത്തിന്റെ കുഴികളും നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ ശരണം പ്രാപിച്ചേ പറ്റുകയുള്ളൂ. സുധീഷ് ജി. പ്രഭു എന്തായിരുന്നു മനസ്സിലായില്ല എന്താണ്? നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ ഭാഗവത്തിന്റെ ശ്ലോകം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പിലും ഭയപ്പാടിന്റെ അല്ലെങ്കിൽ അപകടത്തിന്റെ കുഴികളാണ്. അപ്പൊ ആ കുഴികളെ തിരിച്ചറിയണം എന്നുണ്ടെങ്കിലും ആ കുഴികളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് മാറണം എന്നുണ്ടെങ്കിലും ഭഗവാനെ ശരണം പ്രാപിച്ചേ പറ്റുകയുള്ളൂ, ഭഗവത് ചിന്തയോടെ പോയെങ്കിലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞതാണ്. നമുക്കറിയാൻ പറയാതെ ചില നിമിഷങ്ങളിൽ വരുന്ന ചിന്തകൾ നമുക്ക് പോലും അറിയത്തില്ല എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ആ വഴിക്ക് പോകണ്ട, ഇന്ന് ഈ വഴിക്ക് പോകാം. പിന്നീടാണ് അറിയുന്നത് ആ വഴിക്ക് സാധാരണ പോയ ആ വഴിക്കാണ് അപകടം ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് ആ ചിന്തകളൊക്കെ വരുന്നു എന്നുള്ളത് മോഡേൺ സയൻസിനൊന്നും പറയാൻ പറ്റത്തില്ല. സുധീഷ് ജി. പ്രഭു ഈ ഇന്ന് പഠിച്ചതിന് പിന്നെ അഭിപ്രായമാണോ നമ്മൾ ചോദിച്ചത്? അതിന്റെ അഭിപ്രായമല്ല, അതിന് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അഭിപ്രായമാണെങ്കിൽ പറയാം. അല്ല, ഇത് നേരത്തെ ഇതില് ഇടയ്ക്ക് പറഞ്ഞത് അത് ശരിക്കും ഇതാണ്, ഈ ഒരു ഇഷ്യൂ ഉണ്ട് അവിടെ. നമ്മുടെ എവിടെയാണ് ഡിസ്കണക്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു സ്മിതാജി പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ബോർഡർ എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ ആണ് അതിൽ വരുന്നത്. അപ്പൊ അത് അത്രയും ഉൾക്കൊണ്ടിട്ട് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിന് ചെയ്യുമ്പോൾ അതിൽ ഫാമിലി എല്ലാവരും അറിയും വേണം. നമ്മൾ മാത്രം അത് വിചാരിച്ചാലും ചിലപ്പോൾ നടന്നു വരത്തില്ല. പറയും പോലെ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതകൾ വരും. സത്യമാണ്. അപ്പം അതിനാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും പിന്നെ അത് പാച്ചപ്പ് ചെയ്ത് മുമ്പോട്ട് പോകണം. പിന്നെ ന്യൂ ജനറേഷനെ കംപ്ലീറ്റ്ലി അതിനെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, ആ ഒരു ലെവലിൽ കൊണ്ടുവരാൻ. അപ്പോഴേ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുത്തുള്ളൂ. സത്യം. പിന്നെ ഈ പറയുന്ന അറ്റാച്ച്മെന്റ് നമ്മള് ഈ ബാക്കിയുള്ള ആനിമൽസിനെ നോക്കുമ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ബാക്കി പലതിലും ആനിമൽസിനെ പോലെ ആകില്ലെന്ന് പറയുമ്പോഴും ആനിമൽസിനൊന്നും ഇത്രയും വലിയ അറ്റാച്ച്മെന്റ് ഇല്ല എന്തായാലും. ഇത്രയും അതിനേക്കാളും കെയർ ചെയ്താണ് അവരുടെ ചൈൽഡ്ഹുഡിനെ നോക്കുന്നെങ്കിലും പിന്നെ ക്രമേണ അവരെ അറ്റാച്ച്മെന്റ് ഒന്നും കളയുന്നുണ്ട് കുട്ടികളെയൊക്കെ. പക്ഷെ മനുഷ്യൻ അത് കുറച്ചുകൂടെ ഇത് പോകുന്നുണ്ട്. അതിന്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് പൊസസീവ്നെസ്സും അറ്റാച്ച്മെന്റും തമ്മിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതിലൊരു പക്ഷെ അതിന്റെ ആൻസറും കാണുന്നു തോന്നുന്നു. അപ്പൊ ആ ഒരു ഡിഫറൻസ് ആ വരുന്നത്. അതില് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റം ഈ പറഞ്ഞ പോലെ എല്ലാ ഫാമിലി റിലേഷൻസിനകത്ത് അത് പ്രൊജക്റ്റ് വരുമ്പോൾ നമ്മള് ഇതിലൊക്കെ വരുന്നത് വെച്ചാൽ ഇപ്പം സുമാജി പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെ നമ്മള് മാരേജ് പോലെയുള്ള ഒരു നെക്സ്റ്റ് ലെവൽ റിലേഷൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന കുട്ടികൾ വേറൊരു ലെവലിൽ പോകുമ്പോഴത്തേക്ക് അതിനെ ഉൾക്കൊള്ളാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ആയി വരുന്ന സമയങ്ങൾ ഞാൻ പല പാരന്റ്സിനെയും കണ്ടിട്ടുണ്ട്. അത് വരണമെന്നെങ്കിൽ ആ വരുന്ന റിലേഷനെയും ഇതേ ലെവലിൽ കണ്ട് ഉൾക്കൊണ്ടാൽ മാത്രമേ അതുമായിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ അറ്റാച്ച്മെന്റിനെ നമ്മൾ വിട്ടുകൊടുക്കുന്ന സമയം വരും. അത് നമ്മൾ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ 100% ഇൻവോൾവ് ആയി ചെയ്യാനും പറ്റത്തുള്ളൂ. കറക്റ്റ്, എക്സാക്ട്ലി, വളരെ കറക്റ്റാണ്. വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, സൂക്ഷ്മമാണ്, വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ആ ചോയ്സിന്റെ കാര്യം സുമാജി നേരത്തെ പറഞ്ഞതല്ലേ, അതൊക്കെ വലിയ പ്രയാസങ്ങളാണ്. ഇത്രയും ആലോചനകൾ വരുമ്പം എന്താണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയുമ്പം നമ്മൾ എടുക്കുന്ന ആ ചോയ്സിനെ സംബന്ധിച്ചിടത്തോളം വരും. പിന്നെ അങ്ങോട്ടുള്ള ഈ പോക്കും
പിന്നെ ഭഗവാനുമായിട്ടുള്ള അടുപ്പവും ഇല്ലേ? അപ്പൊ അവിടെയൊക്കെ വരുമ്പോൾ ആ റൈറ്റ് ചോയ്സ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ചിന്തകൾ വരും. ഇന്നത് മതി, ഇന്ന പ്രപ്പോസൽ മതി, ഇതിനൊക്കെ വരുന്നത് നിരന്തരമായ നമ്മൾ നാമജപത്തിലൂടെയും ഭഗവത്ഗീത പഠനത്തിലൂടെയും നമ്മുടെ മൈൻഡ്, നമ്മുടെ കോൺഷ്യസ് കൺവേർട്ട് ആവും. നമ്മുടെ കോൺഷ്യസ് കൺവേർട്ട് ആവുമ്പം നമുക്കൊരു മെഡിറ്റേഷണൽ പവർ ഉണ്ടാവും. നമ്മൾ വലിയ നീ പറഞ്ഞ സന്യാസി എന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്കൊരു ഈശ്വര ചൈതന്യം നമുക്കുണ്ട്. ആ ദേവ ചൈതന്യത്തിൽ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും ഭഗവാൻ പറഞ്ഞു തരുന്ന തീരുമാനങ്ങളായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെതായ ശ്രേഷ്ഠത ഉണ്ടാകും. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് കൂടുതൽ പ്രത്യുപകാരങ്ങൾ അവർ ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് കൂടുതൽ പ്രത്യുപകാരങ്ങൾ ചെയ്യും, നമ്മളെ സംരക്ഷിക്കും. അവരും അവരുടെ കുട്ടികളെ അതുപോലെ വളർത്തും. ആ ഒരു ശ്രേഷ്ഠമായ ഒരു കുലീന കുടുംബത്തിൽ നിന്ന് നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടുള്ള കുലീന കുടുംബം എന്നുള്ള ആ ഒരു സംഗതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകും. ഹരേ കൃഷ്ണ. സിമി മാതാജി ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞോളൂ. പ്രഭു പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം ഇത് ഇടയ്ക്കുന്ന് കയറിയത് കൊണ്ടാണ് കൂടുതൽ മീൻസ് കുറച്ച് പ്രോബ്ലം ഉണ്ടാവണേന്ന് തോന്നുന്നു. അത് ആ സമയത്ത് നേരത്തെ മുതലേ മീൻസ് ഇതില് ഉള്ള അവർക്ക് ഇത്രയും ഡിറ്റാച്ച്മെന്റിനോടൊരു അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, എന്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ തോന്നുന്നു. സത്യമാണ്. അപ്പം പുതിയൊരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ മാത്രമല്ല ഭഗവത്ഗീത വായിക്കേണ്ടത്, കേൾക്കേണ്ടത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളിലും നമ്മൾ ഭഗവത്ഗീത ഒരു ദിവസം ഒരു ശ്ലോകമെങ്കിലും വായിക്കാൻ വീട്ടിൽ പറയണം. ഒരു ശ്ലോകമെങ്കിലും വായിച്ച് ആ ശ്ലോകത്തിന്റെ അർത്ഥവും വായിക്കുമ്പം പതുക്കെ ആ കുട്ടി തന്നെ ചോദിക്കും, ഇതെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കും, ഇതെന്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്ന് ചോദിക്കും. ആ ചോദിക്കുമ്പം അവിടെയാണ് നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധി ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കും, അത് ഇന്നതാണ് കാര്യം, ഇങ്ങനെയാണ്. അപ്പൊ അവർക്ക് കൂടുതലും ഭഗവത്ഗീത പഠിക്കാനുള്ള താല്പര്യമുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കണക്ഷൻ കൊടുക്കണം. ആ കണക്ഷൻ കൊടുക്കുമ്പം ഈശ്വര വിശ്വാസം ഇല്ലാത്ത, അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് കാണുന്ന കുട്ടികൾ പോലും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നമ്മളുടെ അടുത്ത് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവരുടെ അടുത്ത് ചെറിയൊരു കണക്ഷനൊക്കെ ഉണ്ടാവും. സത്യമാണ്. നമ്മുടെ അടുത്ത് ഒരു പക്ഷെ കാണിക്കത്തില്ല, കാര്യം അത് അവരുടെ ഒരു ഈഗോ, അത് കാണിക്കത്തില്ല. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു കണക്ഷൻ ഉണ്ടാവും. ഹരേ കൃഷ്ണ. വിദ്യാജി. അറ്റാച്ച്മെന്റ് ഒരു നല്ല ഒരു ടോപ്പിക്കാണ്. ബേസിക്കലി അത് വേറെ റിലിജൻസ് അവർ ഒത്തിരി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ബുദ്ധിസത്തിൽ പറഞ്ഞിട്ടുണ്ട്, attachment is actually the root cause of all sufferings. അങ്ങനെ Buddha has said also. But yeah, again Hinduism പറയുന്നത് one who performs his duty without attachment. Again ഇത് എന്താണെന്ന് വെച്ചാൽ you have to feel it is actually a philosophy. നമുക്ക് ഒരു വേർഡിന് അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് എനിവേസ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത് വലിയ ഒരു ഉപകാരം, ഒരു വലിയ ഒരു ഇതായിട്ട് കണക്കാക്കുന്നു. നന്ദി. അതെ, അത് പറഞ്ഞത് ആക്ച്വലി നമ്മൾ ബുദ്ധിസത്തെ രണ്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാര്യം ഭഗവാന്റെ അവതാരമായിട്ടാണ് ബുദ്ധൻ വരുന്നത്. കാര്യം ഈ അറ്റാച്ച്മെന്റ് ഉണ്ടാകാതിരിക്കാനും പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ജന്തുഹിംസ, ദയ എന്നൊരു സംഭവം ഈ ഭൂമിയിൽ ഇല്ലാതായപ്പോഴാണ് ഭഗവാൻ ബുദ്ധനായിട്ട് അവതരിക്കുന്നത്. ദയെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മള് ദശാവതാരമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് വരാം. ദശാവതാരത്തില് ബുദ്ധശരീര യ ജഗദീശ ഹരി എന്നൊക്കെ പറയുന്നത്. അപ്പം അവിടെയാണ്. അപ്പൊ ആ ഒരു ദയ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ ദയ ഉണ്ടാവുമ്പോൾ നമുക്ക് അറ്റാച്ച്മെന്റ് ഇല്ലാതെ വരും. അത് തത്വത്തിൽ ഒറ്റ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. പക്ഷേ വീണ്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റീവ് അല്ല. കാര്യം നമ്മൾ അറിയാതെയുള്ള, നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണോ അത് നമ്മൾ അവരോട് അറ്റാച്ച് ചെയ്യാതെ നമുക്ക് കിട്ടും. സുധീഷ് ജി. സുധീഷ് ജി. ഹരേ കൃഷ്ണ.
സുധീഷിയുടെ ഓഡിയോ കണക്റ്റഡ് അല്ല. അതെ മാതാജി ഒരു മിനിറ്റ്, മാതാജി പറഞ്ഞല്ലോ അറ്റാച്ച്മെന്റ് പറയുമ്പോ ദൈവത്തിനോടുള്ള സ്നേഹം എന്താ, അതൊന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കണം. ആ സമയത്തൂടെ സ്നിഗ്ധ ഭയങ്കര കരച്ചിലായിരുന്നു. എന്താ മാതാജി? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ പറഞ്ഞത് അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മള് ബോഡിയിലെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അറ്റാച്ച്മെന്റിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് തിരിച്ചും പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മുടെ മക്കളുടെ അടുത്തായാലും അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോ മാതാജി നേരത്തെ പറഞ്ഞ പോലെ സ്നേഹത്തോടെ തിരിച്ചൊരു വേറൊന്നും തന്നില്ലെങ്കിൽ കൂടെ അറ്റ്ലീസ്റ്റ് സ്നേഹത്തോടെ ഉള്ള ഒരു പെരുമാറ്റം എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കും അവരുടെ കയ്യിൽ നിന്ന്. പക്ഷെ നമ്മള് ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ ഫർദർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ സ്നേഹത്തിന്റെ ലെവലിലേക്ക് വരുന്നത്. കാരണം അറ്റാച്ച്മെന്റിൽ എപ്പോഴും നമ്മൾക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്. അതേസമയം നമ്മളിപ്പോ സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാം അവർക്ക് വേണ്ടിയിട്ടെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഇപ്പോ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണെന്ന് വിചാരിക്കും. അപ്പൊ എന്താ ചെയ്യാ, എങ്ങനെ അവര് സ്നേഹം എക്സ്പ്രസ് ചെയ്യാ, അവർക്ക് വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്യണു, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് എങ്ങനെ ചെയ്യാൻ പറ്റും, അവരെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ലെവലിൽ നമ്മള് ഒരാളോട് സ്നേഹം എന്ന് പറയുമ്പോ ഞാൻ പറയുന്നത് ഒരു മെറ്റീരിയൽ ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോ നമ്മൾക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്. അതേസമയം നമ്മള് ലവ് എന്ന രീതിയിൽ വരുന്ന സമയത്ത് അവരും ഭഗവാന്റെ അംശമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എക്സ്പെക്ടേഷൻ ഇല്ല. നമ്മൾ എങ്ങനെ അവരെ സെർവ് ചെയ്യാമെന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു മനസ്സിലായിട്ടുണ്ടാവുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. മനസ്സിലായിട്ടു മാതാജി. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്, എത്ര പറഞ്ഞു കഴിഞ്ഞാലും. പക്ഷെ നമുക്ക് സിമ്പിളാണ്. അങ്ങനെ ഈ 2021 എല്ലാം ഭഗവാന് സമർപ്പിച്ചിട്ട് പോകുമ്പം നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്നുണ്ടെങ്കിലും ഉറപ്പു തരുന്നു, പ്രതീക്ഷകൾ വേണ്ട എന്ന് ഞാൻ പറയുന്നു, അറ്റാച്ച്മെന്റ് വേണ്ട എന്ന് പറയുന്നെങ്കിലും നമ്മൾ എന്തിനാണോ നമ്മൾ എന്താണോ ഈ അറ്റാച്ച് ചെയ്ത് പ്രതീക്ഷിക്കുന്നത് അതിലുപരി അവരിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മൾ ആരെ സഹായിച്ചിട്ടുണ്ടോ, അത് മക്കളാണെങ്കിൽ ആരാണെങ്കിലും ഭഗവത് കൃപയോടെ നമ്മൾ ചെയ്യുമ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടി, നമ്മളൊന്നും പ്രതീക്ഷിക്കാതാണ് ചെയ്യുന്നതെങ്കിൽ കൂടി തീർച്ചയായും അവരിൽ നിന്ന് അതിനിരട്ടി സ്നേഹം നമുക്ക് കിട്ടും. ഇതാണ് അതിന്റെ വേറൊരു മറുവശം എന്നുള്ളത്. കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ എല്ലാം പ്രത്യുപകാരങ്ങള് നമുക്ക് കിട്ടുന്നുള്ള ഉറപ്പാണ്. അത് ഇതിന്റെ വേറൊരു മറുവശമാണ്. ഇതാണ് അതിന്റെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺട്രവേഴ്സി വരുന്നതാണ്. നമുക്ക് കിട്ടിയിരിക്കും, ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അപ്പൊ അവിടെ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ സന്തോഷം എന്തായിരിക്കും? വളരെ വലുതാണത്. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്ത ഒരു കാര്യത്തിന് തിരിച്ച് നമുക്ക് ഒരു പ്രത്യുപകാരം നമുക്ക് അല്ലെങ്കിൽ ഒരു നന്ദി വരുമ്പോൾ അതിന്റെ സന്തോഷം ആ പ്രതീക്ഷിച്ച് ചെയ്യുന്നതിനേക്കാൾ വളരെ വലുതായിരിക്കും. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം വരുന്നത്, അല്ലെങ്കിൽ ഒരു സുഖം കിട്ടുന്നത്. ഹരേ കൃഷ്ണ. സുധീഷ്ജി ഉണ്ടായത് കൊണ്ടാണോ നിഷാജി ഒന്നും മിണ്ടാഞ്ഞത്? സുധീഷ്ജി പറയാൻ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ മിസ് ചെയ്തിരുന്നു കേട്ടോ. എന്നാലും എല്ലാം സുഖമായിട്ട് എത്തിയല്ലോ. സുധീഷ്ജിയോടാണ് പറഞ്ഞത് സുമാജി. സോറി. താങ്ക് യു. കണ്ണിനൊക്കെ സുഖമായി അപ്പോ? കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. പെട്ടെന്ന് ഏകം ശാസ്ത്രം പെട്ടെന്ന് പാടിക്കുള്ളൂ. ഏകം ശാസ്ത്രം ദേവഗീപുത്ര ഗീതം ഏകോ ദേവോ ദേവഗീപുത്ര ഏവ ഏകോ മന്ത്ര തസ്യ നാമാന്യാനി കർമാഭ്യേദം തസ്യ ദേവസ്യ സേവ. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. കൃഷ്ണായ വാസുദേവായ ഹരിയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു കാർത്യായനി മഹാമായേ മഹായോഗി നദി ശ്രീ നന്ദഗോപസുതം ദേവി പതിമേ കുരുത്തേ നമ ശ്രീകൃഷ്ണ ശരണം മമ ദാസോഹം കൃഷ്ണ തവാസ്മി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. അനിൽ പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിനിത മാതാജി ഹരേ കൃഷ്ണ. ശ്യാം സുധീർ ദാസ്, ശ്യാം സുധീരദാസ്, സ്മിത സിനി മാതാജി ഹരേ കൃഷ്ണ. സുധീഷി ഹരേ കൃഷ്ണ. സുമാജി ഹരേ കൃഷ്ണ. വിദ്യാജി ഹരേ കൃഷ്ണ. നിഷാജി ഹരേ കൃഷ്ണ. ഗോപി പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. 10 or 5? സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻ ആണത്. 10 or 5 എന്ന് ചോദിച്ചത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ 5 4 3 2 1 0. ഹരേ കൃഷ്ണ. 0 കഴ്സർ കിട്ടുന്നില്ലല്ലോ. 0 ഡിം. ഹരേ കൃഷ്ണ. ഹാപ്പി ന്യൂ ഇയർ 2021. ഹരേ കൃഷ്ണ. കിം 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 ഠിം.